കൂട്ടുകാരെ, ഗീതാഗോവിന്ദത്തിൽ ഗീതു ഗോവിന്ദിന്റെ ആ ഒരു തനിനിറം കാണുന്നു. അതേ പ്രേക്ഷകരെ, തനിനിറം ഉദ്ദേശിച്ചത് ഗോവിന്ദിന്റെ ആ ഒരു കട്ടകലിപ്പാട്ടോ വേറെ ഒന്നുമല്ല, നമ്മുടെ വിജയലക്ഷ്മിയെ ആ ഒരു വീട്ടിൽ കയറ്റിയായിരുന്നല്ലോ. അപ്പൊ ഗോവിന്ദനാണെങ്കിൽ വിജയലക്ഷ്മിയുടെ കാര്യത്തിൽ നമ്മുടെ ഗീതുവിനോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ രാധികാമ്മയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഗോവിന്ദ് അധികം ഒന്നും സംസാരിക്കില്ല. നമ്മുടെ പാട്ടുകാരിയെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഗോവിന്ദ് അധികം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഒറ്റയ്ക്ക് മുറിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ അവരെ വീട്ടിൽ കയറ്റിയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രാധികാമ്മയും വരുണും ഇവരുടെ വഴക്ക് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഇവരുടെ മുറിയുടെ പുറത്തിങ്ങനെ കാതോർത്തും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഗോവിന്ദ് അപ്പൊ ദേഷ്യപ്പെടുന്നുണ്ട്. ആ വിജയലക്ഷ്മി നമ്മുടെ ഗീതു ഇവർ വീട്ടിൽ കയറ്റി കൊച്ചിനെയൊക്കെ കാണിച്ച കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ വഴക്ക് ഒറിജിനൽ ആണ്, അതും വിജയലക്ഷ്മിയെ വീട്ടിൽ കയറ്റിയതിന്റെ പേരിലാണ് ഗീതുവിനോട് ദേഷ്യപ്പെടുന്നത്. അപ്പൊ കണ്ണൻ എന്തായാലും അവരോട് ഇപ്പോഴും വെറുപ്പ് തന്നെയാണെന്നൊക്കെ രാധികാമ്മ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് സെയിം ആയിട്ട് നമ്മുടെ ഗീതുവിന്റെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇന്നലെ വൈകുന്നേരം പോയതാ മോൾ, ഇതുവരെയ്ക്കും തിരിച്ചെത്തിയിട്ടില്ല, ഇതുവരെയ്ക്കും ഫോൺ സ്വിച്ച് ഓഫും ആണ്, കുടിച്ചെത്ര പച്ചായിട്ട് നിന്നാലും വീട്ടിലേക്ക് എത്ര പാതിരാത്രിയായാലും വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ വിനോദിനും ഒരു സംശയം, വിനോദ് സംശയവും പറയുന്നുണ്ട്. നമ്മുടെ ഗോവിന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ആരൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ മറുഭാഗത്ത് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല, പക്ഷെ എന്തൊക്കെയോ അപകടം അച്ഛന് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്താ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ദൃശ്യങ്ങളാണ് നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവർ ഈ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രാധികയും വരുണും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് ആകെ ഇങ്ങനെ എന്താ പറയാ ടെൻഷൻ അടിച്ച് നിൽക്കും. ദൈവം കേസ് കൊടുത്താൽ എന്താ പറയാ കാര്യമൊക്കെ കറങ്ങി തിരിഞ്ഞ് തങ്ങളുടെ തലയിൽ തന്നെ അവർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പുറത്താണെങ്കിൽ വിജയലക്ഷ്മി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി അത് ഇങ്ങനെ ആ ഒരു ജോലിക്കാരി ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ അലമാരിയിൽ ഒരു ഡയറി ഉണ്ട്, പക്ഷെ ആ അലമാരിയുടെ താക്കോൽ, ആ ഡയറി അത് ഗീതുവിന് മാത്രമുള്ളതാണ്, രഞ്ജുവിനോ ഗോവിന്ദിനോ ആർക്കും കൊടുക്കരുത്, ആ ഒരു അലമാരിയുടെ താക്കോൽ ഗീതുവിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ വിജയലക്ഷ്മി എന്തൊക്കെയോ രഹസ്യങ്ങൾ എഴുതിയ ഒരു ഡയറി അവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പൊ എന്തായിരിക്കും പല ദുരൂഹതകളും അഴിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഗീതാഗോവിന്ദം ക്ലൈമാക്സിലേക്ക് പോകുകയാണോ? ഇനി കഥ ഓരോന്നിങ്ങനെ അഴിഞ്ഞഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാട്ടെ ഇനി എത്ര ദിവസം നമ്മുടെ ഗീതാഗോവിന്ദൻ നമ്മുടെ കൂടെ ഉണ്ടാകും, കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.